നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ടി.ബി ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൈകൊടുത്ത് കൊച്ചി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് KJ മാക്സിയെ പരാജയപ്പെടുത്തി. പാർട്ടി വോട്ടുകളിൽ അട്ടിമറിയുണ്ടോ എന്ന് സംശയം നിലനിൽക്കുന്നു. കൊച്ചി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന് ഉജ്ജ്വല വിജയം. 8000-ന് മേലെ വോട്ടുകൾക്കാണ് 2 തവണ തുടർച്ചയായി മത്സരിച്ച് വിജയിച്ച സിറ്റിംഗ് MLA കൂടിയായ KJ മാക്സിയെ മുഹമ്മദ് ഷിയാസ് പരാജയപ്പെടുത്തിയത്. വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തപാൽ വോട്ടുകളിലാണ് KJ മാക്സിക്ക് മുന്നേറ്റം പ്രകടമാക്കാൻ കഴിഞ്ഞത്. എന്നാൽ തുടർന്നുള്ള ഓരോ സമയങ്ങളിലും ലീഡ് നേടുകയായിരുന്നു. DCC പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് ഷിയാസിന് വേണ്ടി സംഘടനാ പ്രവർത്തകരും UDF പ്രവർത്തകരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവാണ് UDF കൊച്ചി മണ്ഡലം തിരിച്ചുപിടിച്ചത്. മാറി നിന്നവരെ അടുപ്പിച്ചും സംഘടനാ പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ നടത്തിയുമാണ് കൊച്ചി മണ്ഡലം UDF തിരിച്ചുപിടിച്ചത്. എന്നാൽ KJ മാക്സിക്ക് കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ നിലനിർത്താൻ കഴിഞ്ഞെങ്കിലും പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു. KJ മാക്സിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വോട്ടുകൾ ലഭിച്ചെന്നും എന്നാൽ പാർട്ടി വോട്ടുകളിൽ ചോർച്ചയുണ്ടായെന്ന് സംശയമുള്ളതായും പറയപ്പെടുന്നു. വരും ദിവസങ്ങളിൽ ഇത് വലിയ ചൂടേറിയ ചർച്ചകൾക്ക് കാരണമാകും. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ഇടയിൽ തന്നെ വളരെ കൃത്യമായ ചിത്രം മാധ്യമപ്രവർത്തകരോടും പൊതുസമൂഹത്തോടും പറഞ്ഞു. ഈ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ സർക്കാരിനെതിരായി ജനങ്ങൾ ഇത്രയധികം പ്രതികരിച്ച ഒരു സമയത്ത് ആ പ്രതിഷേധവും പ്രതികരണവും തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ഓരോരുത്തരും. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ജനങ്ങൾ സമ്മാനിച്ച തുടർഭരണം അത് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ച് തങ്ങൾക്ക് എന്ത് തോന്നിവാസവും കാണിക്കാം എന്നുള്ളത് തെളിയിച്ച ഒരു സർക്കാരിന്റെ പ്രവർത്തനമാണ് പിണറായി വിജയന്റെ തുടർഭരണത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ജനകീയ വിഷയങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്രദമാകുന്ന പദ്ധതികളിലോ ഒന്നും ശ്രദ്ധിക്കാതെ അഴിമതിയും കെടുകാര്യസ്ഥതയും മാത്രം മുഖമുദ്രയാക്കി പോയ ഒരു സർക്കാരിനെതിരായി ജനങ്ങൾ ഇതുപോലെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ജനാധിപത്യത്തിന് എന്ത് സവിശേഷതയാണുള്ളത്? ജനങ്ങൾക്ക് ജനാധിപത്യ ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സർക്കാരിന്റെ ഭരണത്തെ വിലയിരുത്തി വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിലേ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ 14-ൽ 14 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. വലിയ ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങൾ വിജയിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞു. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് വളരെ പ്രകടമായി ഓരോ ബൂത്തുകളിൽ പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ മാത്രം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് 87% വിജയമുണ്ടായത്. അത് വെറും വിജയമായിരുന്നില്ല, അത് വലിയ വിജയമാണ് ജനങ്ങൾ സമ്മാനിച്ചത്. ജനങ്ങൾ അത്രയധികം പൊറുതിമുട്ടി. മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കാലങ്ങളായി CPM-നും വോട്ട് ചെയ്ത ആളുകൾ എത്ര പേരാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്? ഇടതുപക്ഷ നയവ്യതിയാനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ കൈവിട്ട് വർഗീയ പ്രത്യയശാസ്ത്രത്തെ പുൽകിയ പിണറായി വിജയനും കൂട്ടർക്കുമുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഭരണവിരുദ്ധത ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെ ഇത്രയധികം വർഗീയതയുമായി സന്ധി ചെയ്ത് ദുർബലപ്പെടുത്തിയ ഒരു കാലഘട്ടവും ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം എതിരായിട്ടുള്ള സഖാക്കളുടെ ജനാധിപത്യ ബോധം ഉയർത്തിയിട്ടുള്ള വിധിയെഴുത്താണ് കണ്ണൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നതെന്നാണ് ഇന്നത്തെ ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും മുഖ്യമന്ത്രി ധർമ്മടത്ത് ഉൾപ്പെടെ പിന്നിൽ പോകുന്ന സാഹചര്യം. ഒരു മുഖ്യമന്ത്രിയായി 10 വർഷക്കാലം ഇരുന്ന് ജനങ്ങളുടെ പ്രീതി സമ്പാദിച്ചു എന്ന് പറഞ്ഞ് PR വർക്ക് നടത്തി കേരളം മുഴുവൻ ഒരു ജംഗ്ഷനിൽ തന്നെ 8-ഉം 10-ഉം ബോർഡുകൾ സ്ഥാപിച്ച് ജനങ്ങളെ ഇതുപോലെ വെല്ലുവിളിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ആ മുഖ്യമന്ത്രിക്കുള്ള ജനങ്ങളുടെ തിരിച്ചടിയാണ്. കേരളം മുഴുവൻ ഫ്ലെക്സ് വച്ചാലും, കേരളം മുഴുവൻ വാർത്താ മാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തിയാലും, കേരളം മുഴുവൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ PR വർക്ക് നടത്തിയാലും അതൊന്നും ജനങ്ങൾക്ക് യേശില്ല എന്നുള്ളത്
ധർമ്മടത്തെ ജനങ്ങൾ പോലും തെളിയിച്ചിരിക്കുകയാണ്. ധർമ്മടത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് പാർട്ടി ഗ്രാമത്തിലെ സഖാക്കളായിട്ടുള്ള ആളുകൾ പോലും തെളിയിച്ചിരിക്കുകയാണ്. അപ്പം ഇതുപോലെ ദുർബലപ്പെട്ട ഒരു പാർട്ടിയും ഒരു ഭരണവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എറണാകുളം പോലെയുള്ള ഒരു ജില്ലയിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്കുണ്ടായ വികസന മുരടിപ്പ് എന്ന് പറയുന്നത് 25 വർഷക്കാലം ഈ നാടിനെ പിന്നോട്ട് വലിച്ചു എന്നുള്ളതാണ്. ഈ നാട്ടിൽ നടപ്പിലാകേണ്ട അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മുടെ മലയോര മേഖലകളിലടക്കം ആനശല്യം മൂലം അല്ലെങ്കിൽ വന്യജീവി മൂലം കൃഷികൾ നഷ്ടപ്പെട്ട് ജീവിക്കാൻ ഉപാധികളില്ലാതെ വീട് വിട്ടിറങ്ങി നാട് വിട്ടിറങ്ങിയ നൂറുകണക്കിന് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.